ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിൽ മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന്റെ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇഡിയുടെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അനൂപ് ദാസ് ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അനൂപ്, അങ്ങനെ മനീഷ് സിസോദിയയ്ക്ക് പിന്നാലെ, സഞ്ജയ് സിംഗിന് പിന്നാലെ, കവിതയ്ക്ക് പിന്നാലെ ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിനും ഇഡി പൂട്ട്. എന്താണ് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ? സിവിൽ ലൈൻസിലെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് 2.5 മണിക്കൂർ മുൻപാണ് ഈ ഉദ്യോഗസ്ഥർ എത്തിയത്. 12 പേർ. അവർ ആദ്യം അകത്തേക്ക് കയറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരെ അനുവദിച്ചിരുന്നില്ല. എന്നാൽ പിന്നാലെ അകത്തേക്ക് കയറി മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിന് ഇടയിലാണ് അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അല്പസമയത്തിനകം അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹത്തെ ഇഡി ഓഫീസിലേക്ക് കൊണ്ടുപോകും. അവിടെ നിന്ന് കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് മറ്റൊരു മുഖ്യമന്ത്രി കൂടി അറസ്റ്റിലായിരിക്കുകയാണ്. രണ്ടാഴ്ചകൾക്കിടയിൽ ഇഡി രണ്ടാമതൊരു മുഖ്യമന്ത്രിയെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഡൽഹിയെ സംബന്ധിച്ച് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നടക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ്. ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യം പ്രഖ്യാപിച്ചു. വമ്പിച്ച മത്സരം ഇവിടുത്തെ മണ്ഡലങ്ങളിൽ നടക്കാൻ പോകുന്നു. ഈ ഘട്ടത്തിലാണ് ആം ആദ്മി പാർട്ടിയുടെ നെടുന്തൂണായ മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത് ഇഡി കൊണ്ടുപോകുന്നത്. വലിയ ആൾക്കൂട്ടം AAP പ്രവർത്തകരുടെ തിരക്കെല്ലാം അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിന് സമീപത്തുണ്ട്. പക്ഷേ അദ്ദേഹത്തെ മറ്റൊരു വഴിയിലൂടെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ നേതാവിനെ ഇഡി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മദ്യനയ അഴിമതി കേസിൽ. ശരി അനൂപ്, ഞാൻ അർജുനിലേക്ക് കൂടി പോവുകയാണ്. അർജുൻ, ഈ ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണല്ലോ ഇപ്പോൾ ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ 9ാമത്തെ സമൻസും കെജ്രിവാൾ തള്ളിയിരുന്നു. ഒരു വശത്ത് അസൗകര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഈ ഓരോ സമൻസിനെയും കെജ്രിവാൾ തള്ളിക്കൊണ്ടിരുന്നത്. മറുവശത്ത് നിയമ പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു കെജ്രിവാൾ. ഈ ഒരു സംഭവം പറഞ്ഞിട്ടാണ്, അതായത് ഈ ഒരു കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നുള്ള വൈരുദ്ധ്യം പറഞ്ഞാണ് ഇഡി ഇങ്ങനെ വേട്ടയാടലും തുടർന്നുകൊണ്ടേയിരുന്നത്. അപ്പോൾ ഈ പെട്ടെന്നുള്ള അറസ്റ്റ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? എപ്പോഴാണ് ഇദ്ദേഹത്തെ വസതിയിൽ നിന്നും ഇഡി പുറത്തേക്ക് കൊണ്ടുപോവുക? എന്താണ് നമുക്കറിയാൻ കഴിയുന്ന കാര്യങ്ങൾ? സേതു, പെട്ടെന്നുള്ള അറസ്റ്റ് അല്ല. അരവിന്ദ് കെജ്രിവാൾ തന്നെ പലവട്ടം ഭയപ്പെട്ടിരുന്നു തന്നെ പിടിയിലാക്കുമെന്ന്, അറസ്റ്റിലാകുമെന്ന്. 9ാമത്തെ തവണയാണ് ഇന്ന് ഇഡി സമൻസ് സ്കിപ്പ് ചെയ്തത്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 2-നായിരുന്നു ഇഡി ആദ്യമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ വേണ്ടി സമൻസ് നൽകുന്നത്. അതിനുശേഷം പല കാരണങ്ങൾ പറഞ്ഞ് ഓരോ സമൻസും മടക്കിക്കൊണ്ടിരുന്നു, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് വളരെ സുപ്രധാനമായിട്ടൊരു കാര്യം സംഭവിച്ചു. ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഇടക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ പോയത്. അതായത് ഈ തിരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും തന്നെ അറസ്റ്റ് ചെയ്യുന്നത്, അതായത് ഈ മദ്യനയ അഴിമതി കേസിൽ ഇഡി അറസ്റ്റ് ഉൾപ്പെടെ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും ഒരു ഇടക്കാല ഉത്തരവ്, ഒരു സ്റ്റേ വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ തെളിവുകൾ പരിശോധിച്ച ഡൽഹി ഹൈക്കോടതി ആ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കാൻ വിസമ്മതിക്കുകയായിരുന്നു. അതിന് മണിക്കൂറുകൾക്ക് പിന്നാലെ തന്നെ ഇഡി ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തുന്നു. 2 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ, പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അറസ്റ്റ് മെമ്മോ കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരം. അല്പസമയത്തിനകം തന്നെ ഡൽഹി മുഖ്യമന്ത്രിയെ ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇഡി ഓഫീസിലാണ്, ഇഡി ഹെഡ്ക്വാർട്ടേഴ്സിലാണ്. 3 വഴികളാണ് ഇഡി ഹെഡ്ക്വാർട്ടേഴ്സിനകത്തേക്ക് പ്രവേശിക്കുന്നത്. 3 വഴികളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. 144 നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇഡി ആസ്ഥാനത്തേക്ക് കൊണ്ടുവരും. ഇവിടെ വീഡിയോഗ്രാഫി ചെയ്തുകൊണ്ട്, അതായത് ഇഡിയുടെ പ്രൊസീജിയേഴ്സ് കൃത്യമായി പാലിച്ചുകൊണ്ട് ഈ ചോദ്യം ചെയ്യൽ മുഴുവനും വീഡിയോഗ്രാഫി ചെയ്യും. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഇഡി ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് തുടരാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ഇഡി പദ്ധതിയിട്ടിരിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് മാത്രമാണ് ഇഡി അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിലെത്തുന്നത്. 2 മണിക്കൂർ നീണ്ടു നിന്ന റെയ്ഡ്, ആ റെയ്ഡിനൊടുവിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം രാഷ്ട്രീയ പ്രാധാന്യം നിൽക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിൽ രാജ്യ തലസ്ഥാനത്ത്, രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ഡൽഹിയിൽ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ഇഡിയുടെ പിടിയിലായിരിക്കുന്നു, അറസ്റ്റിലായിരിക്കുന്നു. അതും ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ്. ആം ആദ്മി പാർട്ടിയിലെ ഏറ്റവും വലിയ നേതാവ്
നേതാവ് ഈ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ ആം ആദ്മി പാർട്ടി നേതാവ് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നിൽ ഒരുപാട് രാഷ്ട്രീയ അർത്ഥങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ അറസ്റ്റിനെ പല തവണയായി അരവിന്ദ് കെജ്രിവാൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ എല്ലാം ഉദാഹരണങ്ങളാണ് അദ്ദേഹം ഓരോ തവണയും ഈ സ്കിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്, ഈ സമൻസ് സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ വാദം എന്ന് പറയുന്നത് BJPയുടെ വേട്ടയാടൽ എന്ന് തന്നെയാണ്. അവർ പല കുറി ആവർത്തിച്ച് പറയുന്നു മദ്യനയ അഴിമതി കേസുമായി തങ്ങൾക്ക് ബന്ധമില്ല. മടങ്ങി വരാം.